ഹലോ ഗൈസ്, വെൽക്കം ടു ഡഗൌട്ട് ഡയലോഗ്സ്. ഇന്നലത്തെ മാച്ചിന്റെ ഒരു റിപ്പീറ്റേഷൻ ആയിരുന്നു. ഇന്നലെ CSK RCB മാച്ചിന്റെ ഒരു റിപ്പീറ്റേഷൻ പോലെ തന്നെ തോന്നി ഇന്നത്തെ മാച്ചും. CSK ടോസ് വിൻ ചെയ്തതിനു ശേഷം ബോളിംഗ് തിരഞ്ഞെടുക്കുന്നു. അതേപോലെ ഇന്ന് മുംബൈ ടോസ് വിൻ ചെയ്തതിനു ശേഷം ബോളിംഗ് തിരഞ്ഞെടുക്കുന്നു. ഓപ്പോസിഷനെ ബാറ്റിംഗിന് വിടുന്നു. ഓപ്പോസിഷൻ 20 ഓവറിൽ കൃത്യം 196 റൺസ് എടുക്കുന്നു. അതിനുശേഷം അത് ചേസ് ചെയ്യുന്നു. അവസാനം അവരെ സ്ലോ ആവുന്നു. മിഡിൽ ഓർഡർ തകർച്ചയിലൂടെ സ്ലോ ആവുന്നു. മാച്ച് തോൽക്കുന്നു. ചെന്നൈ തോറ്റത് 50 റൺസിനാണെങ്കിൽ മുംബൈ തോറ്റത് 36 റൺസിനാണ്. പക്ഷേ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മുംബൈ ബാറ്റേഴ്സിൽ ഒരു ഇന്റന്റ് ഉണ്ടായിരുന്നു. സൂര്യകുമാർ യാദവ് നല്ല രീതിയിൽ തിരിച്ചുവരവ് നടത്തിയെങ്കിൽ പോലും ടുവേർഡ്സ് ദി എൻഡ് പുള്ളിക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. രോഹിത് ശർമ്മ ആസ് യൂഷ്വൽ സിംഗിൾ ഡിജിറ്റിനെ ഔട്ട് ആയിരിക്കുകയാണ്. ഇൻഫാക്ട് എനിക്ക് രോഹിത് ശർമ്മയുടെ ബാറ്റ് കാണാൻ പറ്റിയില്ല. ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ട് മുംബൈയുടെ ബാറ്റിംഗ് കാണാമെന്ന് വിചാരിച്ച് പ്ലേറ്റ് കഴുകി ചോറിട്ട് വന്നപ്പോഴേക്കും പുള്ളി ഔട്ടായി. അതൊരിക്കലും ചെയ്യരുത്. മുംബൈ രോഹിത് ശർമ്മയുടെ ബാറ്റിംഗ് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മുംബൈ ബാറ്റിംഗിന് വരുന്നതിന് മുന്നേ തന്നെ റെഡി ആയിരിക്കണം ടിവിയുടെ മുന്നിൽ. ഹാർദിക് പാണ്ഡ്യ നല്ലപോലെ സ്ട്രഗിൾ ചെയ്തു. ഇന്നലെ എങ്ങനെയാണ് വിരാട് കോഹ്ലി സ്ട്രഗിൾ ചെയ്തത് അതുപോലെ ഹാർദിക് പാണ്ഡ്യ സ്ട്രഗിൾ ചെയ്തു. റോബിൻ മിൻസിനെ ഇവരെന്തിനാണ് കളിപ്പിക്കുന്നത് മനസ്സിലാവുന്നില്ല. ആ ഒരു അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മിഡിൽ ഓർഡറുള്ള ഒരു മുംബൈ ബാറ്റിംഗ്, കാരണം ഇന്ത്യൻ T20യുടെ കോർ ടീം തന്നെയാണ് മുംബൈക്ക് വേണ്ടി കളിക്കുന്നത്. എന്തിനാണ് റോബിൻ മിൻസ് കളിക്കുന്നത് മനസ്സിലാവുന്നില്ല. ഇന്നത്തെ മാച്ചിൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് പ്രസിദ്ധ് കൃഷ്ണയാണ്. ശിഹാബിന്റെ സ്ഥിരം വേട്ടമൃഗമാണ് പ്രസിദ്ധ് കൃഷ്ണ. എങ്ങനെ നോക്കിയാലും പുള്ളിയെ എയറിലാക്കാൻ മാത്രം തുനിഞ്ഞിറങ്ങുന്ന ഒരാളാണ് ശിഹാബ്. ഇന്ന് പ്രസിദ്ധ് കൃഷ്ണ ആക്ച്വലി 3 ഓവറിൽ 8 റൺസ് വഴങ്ങി 2 വിക്കറ്റ് എടുത്തു. അവസാനത്തെ ഓവറിൽ 10 റൺസ് വഴങ്ങിയതുകൊണ്ടാണ് 4 ഓവർ 18 ആയത്. പക്ഷേ 3 ഓവറിൽ 8 റൺസ് 2 വിക്കറ്റ്, നല്ല പ്രകടനം നടത്തി. സിറാജ് നല്ലൊരു കമ്പാക്ക് നടത്തി. DSP സിറാജ്. മുംബൈ ആക്ച്വലി മത്സരത്തിൽ ഉണ്ടായിരുന്നു. എത്ര 11 ഓവറിൽ 97 റൺ, 9 ഓവറിൽ 100 റൺസ് മാത്രം മതിയായിരുന്നു. ചെന്നൈയുടെ മാച്ച് പോലെ അല്ലായിരുന്നു. അവരുടെ ഇന്റന്റ് വ്യക്തമായിരുന്നു, അപ്രോച്ച് ഉണ്ടായിരുന്നു, ബാറ്റിംഗ് അപ്രോച്ച് പോസിറ്റീവ് ആയിരുന്നു. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് 11ാമത്തെ 12ാമത്തെ ഓവർ മുതലാണ് പ്രസീദ് കൃഷ്ണ വരുന്നത്, ഫസ്റ്റ് ഓവറിന് വേണ്ടി വരുന്നത്. ഫ്രം സ്റ്റാർട്ടിങ് ഫസ്റ്റ് ബോൾ മുതൽ അയാള് കറക്റ്റ് പേസ് കുറച്ചിട്ടും പേസ് കൂട്ടിയിട്ടും മിക്സ് ചെയ്തിട്ട്, പിന്നെ വേരിയേഷൻസ് ചിലപ്പം ഓഫ് സ്റ്റെമ്പിന് വെളിയിലായിരിക്കും, ചിലപ്പോൾ ഓഫ് സ്റ്റെമ്പിന് വൈഡ് ലൈനിന് കറക്റ്റ് ആയിട്ട് എറിയുന്നത്, അത് സ്ലോ അല്ലെങ്കിൽ പേസ് ഇത് മിക്സ് ചെയ്തിട്ടാണ് എറിയുന്നത്. ആ കറക്റ്റ് 4 ഓവർ അടുപ്പിച്ച് എറിഞ്ഞു പോകുമ്പോൾ മത്സരം മുംബൈയുടെ കയ്യിൽ നിന്ന് വഴുതി പോവുകയാണ്. ഈ 4 ഓവർ കൊണ്ട് 12ാമത്തെ ഓവറിലാണ് വരുന്നത് തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അവിടെ നിന്ന് അങ്ങോട്ട് 18 ഓവർ വരെയുള്ള 7 ഓവറുകൾ 4 ഓവർ ഇയാൾ എറിയുന്നത്. ആദ്യത്തെ 3 ഓവറുകളിൽ വെറും 8 റൺസാണ് വഴങ്ങുന്നത്. അതായത് തിലക് വർമ്മയും ഹർദിക്കും സൂര്യകുമാർ ചെയ്തു. ഈ മൂന്ന് ബാറ്റേഴ്സ് ആണ് ഇയാളെ നേരിടുന്നത്. 18 പന്തുകൾ, അതിൽ 2 വിക്കറ്റ് ഇടുന്നുണ്ട്. രണ്ടും കറക്റ്റ് സ്ലോ ബോളിലാണ് 2 വിക്കറ്റുകളും. തിലക് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിരുന്നു സ്കോർ ചെയ്യാൻ. രണ്ടുപേരും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ നോക്കിയിട്ടാണ് വിക്കറ്റ് കളയുന്നത്. ഇയാളുടെ ബോളിംഗ് ഇന്ന് എക്സലന്റ് ആയിരുന്നു, ഔട്ട്സ്റ്റാൻഡിംഗ് ബോളിംഗ് പ്രസിദ്ധ് കൃഷ്ണ. മത്സരം മുംബൈയിൽ നിന്ന് തട്ടിയെടുത്തത് ഇയാളുടെ ബോളിംഗ് തന്നെയായിരുന്നു, പറയാതെ കഴിയാം. നമ്മുടെ ഈ ഫുട്ബോളിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മള് സബ്ബായിട്ട് വരുമ്പോ ഫ്രഷ് എനർജി ആയിരിക്കും, ഫ്രഷ് സ്റ്റാർട്ട് ആയിരിക്കും, നമ്മളൊരിക്കലും ടയേർഡ് ആയിരിക്കില്ല. അതേമാതിരി ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ പറയുന്നത് സെക്കൻഡ് ഹാഫിൽ നമ്മള് സിനിമയിലൊക്കെ പറയുന്ന ഇന്റർവെൽ കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഹീറോയുടെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ, എൻട്രി പോലെ ആയിരുന്നു ശരിക്കും പ്രസീദ് എൻട്രി ചെയ്ത്. ഫ്രഷ് ആയിട്ട് എൻട്രി ചെയ്തു, ഫ്രഷ് സ്പെല്ല് എല്ലാം ഒരു പുതിയ ബോളർ, നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഇതായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു പ്രോപ്പർ ആയിട്ട് ഇങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ പ്രസിദ്ധ് കൃഷ്ണയെ പഠിക്കാൻ പ്രസിദ്ധ് കൃഷ്ണ എല്ലാവർക്കും അറിയാം. അയാളുടെ മെയിൻ നെഗറ്റീവ്സ് എന്താ അറിയോ, മത്സരങ്ങൾ വരുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഓവർ പേസിൽ ബോളർ ഉണ്ട്. 150 അല്ലെങ്കിൽ 145 പ്ലസ് ഇങ്ങനെ കണ്ടിന്യൂസ് എറിയും. അപ്പൊ അത് ബാറ്റേഴ്സിന് റീഡ് ചെയ്യാൻ സിമ്പിൾ ആണ്. ഐ മീൻ ഇയാൾ എറിയാൻ പോകുന്നത് പേസ് ബോളിംഗ് ആണ്, അടിച്ചു വിടാന്നുള്ള ഒരു മൈൻഡ് ബാറ്റേഴ്സ് ഉണ്ടാവും. പക്ഷെ ഇന്ന് വ്യത്യസ്തമായിട്ട് പേസ് നല്ല രീതിയിൽ കുറച്ച് വേരിയേഷൻസ് വരുത്തി നല്ല രീതിയിൽ ബോളിംഗ് ഉണ്ടായിരുന്നു. പിന്നെ അയാളെ പവർ പ്ലേയിൽ കൊണ്ടുവന്നില്ല ഗില്ല് ക്യാപ്റ്റൻ, അത് വലിയൊരു തീരുമാനമായിരുന്നു. ഒരുപക്ഷെ പ്രസിദ്ധ് കൃഷ്ണ ആ ഒരു 3 ഓവറിൽ ഒരു മിനിമം ഒരു 2 ഓവറിൽ സക്സസ് ആയിരുന്നെങ്കിൽ കൂടി, ഇപ്പൊ 1 ഓവർ മാത്രം സക്സസ് ആയിട്ട് ബാക്കി 2 ഓവർ ഫെയിൽ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ കളി തിരിഞ്ഞു മുംബൈക്ക് കളി അനുകൂലമായിരുന്നു, എല്ലാം ഗില്ലിന്റെ തലയിലാകുമായിരുന്നു. പക്ഷെ പ്രസിദ്ധ് കൃഷ്ണ അത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്തു. ഒപ്പം സിറാജ് പിടിച്ചെന്നു. സിറാജിന്റെ ബോൾ കണ്ട നിങ്ങള്, രോഹിത്തിനെ ഔട്ടാക്കിയ ബോൾ ക്രാക്കർ ആയിരുന്നു, കറക്റ്റ് ഓഫ് സ്റ്റെമ്പിന് ടോപ്പിൽ എത്തുന്ന രീതിയിൽ. എന്താ പെർഫെക്റ്റ് ബോൾ. അയാൾ ആദ്യമായിട്ടൊന്നുമില്ല, അയാളുടെ ഭാഗത്ത് ഇന്റർനാഷണലും അങ്ങനത്തെ ബോൾസ് ഒക്കെ വരാറുണ്ട്. പക്ഷെ അയാള് ചില സമയത്തിന്റെ ബോൾസ് എടുക്കാണ്ട ദേഷ്യം വരും, വെറുതെ ബാറ്റിംഗ് മിഡിൽ വരുന്ന രീതിയിൽ കൊടുക്കും. പക്ഷെ ഇങ്ങനത്തെ ചില ബോളുകളുണ്ട്, എന്താ ബോൾ, കിടിലൻ ബോൾ, രോഹിത്തിനെ പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല വൃത്തിക്കാൾ എക്സിക്യൂട്ട് ചെയ്ത ബോൾ, സൂപ്പർ ഐറ്റം, ക്ലീൻ ബോൾ ആയിരുന്നു. ക്രാക്കർ. ഒന്നും ചെയ്യാൻ പറ്റില്ല ബാറ്റേഴ്സിന്. അങ്ങനത്തെ ആ ടൈപ്പ് വിക്കറ്റ്സ് എടുത്ത് കണ്ടാൽ മതി. ബാറ്റേഴ്സിന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു ബോളാണ് ആ ഓഫ് സ്റ്റെമ്പിന് ടോപ്പിൽ വരുന്ന ബോൾസ് ഇല്ലേ, അത് ഈ ബാറ്റേഴ്സിന് പിക്ക് ചെയ്യാനോ റീഡ് ചെയ്യാനോ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നല്ല പേസ് ആണ് ഈ പറയും വേണ്ട. സിങ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അതിലൊന്നും ചെയ്യാനില്ല, കാരണം അത് ഓഫ് സ്റ്റെമ്പിന് കുറച്ച് വെളിയിൽ കുത്തിയിട്ടാണ്, കുറച്ചേറെ സിംഗിളാണ് രോഹിത്തിന്റെ സ്റ്റെമ്പ് എടുത്ത് പോകുന്നത്. ടോപ്പ് ഓർഡറിന്റെ ഒരു കോൺട്രിബ്യൂഷൻ പറയാതിരിക്കാൻ വയ്യ. എല്ലാ മാച്ചസ് നോക്കിയാൽ മതി, ഒരു 190, 200, 210 റൺസ് സ്കോർ ചെയ്യുന്ന മാച്ചിലൊക്കെ ടോപ്പ് ഓർഡർ ആണ് ആ ടീമിന് വേണ്ടി സ്കോർ ചെയ്യുന്നത്. കാരണം ടുവേർഡ്സ് ദി എൻഡ് പോകുന്ന സമയത്ത് ഒരു സ്ട്രഗിൾ ആവുകയും ടീം വിക്കറ്റ് വീഴുകയൊക്കെ ചെയ്തുകൊണ്ട് 200ലേക്ക് പഞ്ചാബിന് ശ്രേയസ് അയ്യർ വന്നിട്ടാണ് രക്ഷിച്ചത്. പഞ്ചാബിന് ടോപ്പ് ഓർഡർ ഇല്ലല്ലോ.
സായി സുദർശനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. പുള്ളി എല്ലാ മാച്ചിലും നല്ല രീതിയിൽ സ്കോർ ചെയ്യുന്നുണ്ട്. ഒരു മിനിമം 40 റൺസ് പുള്ളി സ്കോർ ചെയ്യും. പക്ഷെ ഒരു സ്ലോ പേസ് ആണ് പുള്ളി പോകുന്നത്. ഷിയാബ് പറയുന്നത് ടെസ്റ്റ് പ്ലെയർ ആണ് സായി സുദർശൻ എന്നാണ്. പക്ഷെ ഇന്ന് അത്യാവശ്യം കഴിഞ്ഞ വർഷത്തിലേക്കാളും ബെറ്റർ ആണ് കേട്ടോ ആള്. better ആണ്. കഴിഞ്ഞ മാച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു 150 140 കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അയാളത് കൺവേർട്ട് ചെയ്യുമ്പോൾ നല്ല സ്കോറിലോട്ട് നല്ല സ്ട്രൈക്ക് റേറ്റിലോട്ട് മാറുന്നു. പക്ഷെ കൺവേർഷൻ വന്നില്ലെങ്കിൽ അത് ആ ടീമിനെ ബാധിക്കും. സ്റ്റിൽ അയാൾ ബാറ്റ് ചെയ്തില്ലെങ്കിൽ അത് അവരെ ബാധിക്കും. ഗില്ലും സായി സുദർശനും ബട്ട്ലറും വേറെ ആരും അവർക്ക് ബാറ്റ് ചെയ്യാനുള്ള ആരും ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. ഇന്ന് അവർ 3 പേരും ഒരുപോലെ പെർഫോം ചെയ്തുകൊണ്ടാണ് ആ 196 എത്തിയത്. അല്ലെങ്കിൽ ആ സ്കോർ ബോർഡിനെ എടുത്തു നോക്കിയാൽ മതി, ചിലപ്പോൾ ആരും ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല ബാക്കി. പക്ഷെ റാഷിദ് ഖാൻ പോലും ഒന്നും ചെയ്യുന്നില്ല. റാഷിദ് ഒന്ന് 6 അടിച്ചു തോന്നുന്നു, പക്ഷെ വേറെ ഒന്നും അയാൾ ചെയ്തിട്ടില്ല. പുള്ളി ആ പുറത്തുപോയി. ഷോട്ട് പോലും ഭയങ്കര വീക്ക് ആയിട്ടുള്ള ജസ്റ്റ് വീക്ക് ഷോട്ട് ആയിരുന്നു പുള്ളിക്ക്. ആർക്കും ആ ഷാറൂഖ് ഖാനൊക്കെ കോടികൾ കൊടുത്തിട്ട് വെറുതെ എടുക്കുന്നതാണ്. ആർക്കും ഒന്നും ചെയ്യുന്നില്ല. അവര് ആ ടീമിൽ ഈ ടോപ്പ് ഓർഡറിൽ 2 പേര് അത് പെട്ടെന്ന് പോയി. ഷാരൂഖ് ഖാൻ ഔട്ട് ആയത് ശരിക്കും പുള്ളി റീഡ് ചെയ്യേണ്ടതായിരുന്നു. കാരണം ഹർദിക്ക് കറക്റ്റ് ആയിട്ട് പ്ലാനോട് കൂടിയാണ് അതിന് തൊട്ട് മുന്നത്തെ എറിഞ്ഞത്. അത് സക്സസ് ആയില്ല. അപ്പൊ പുള്ളി വിചാരിച്ച് ആ പ്രോപ്പറായിട്ട് ആ ഫീൽഡ് പ്ലേസ്മെന്റും പക്കയായിരുന്നു. പക്ഷെ ഷാരൂഖ് ഖാൻ അത് റീഡ് ഇല്ലാതെ പുള്ളി ഒന്നുകൂടി ഫോർവേഡ് ചെയ്ത് കളിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ സ്റ്റെപ്പ് ഔട്ട് ചെയ്തൊന്ന് പ്രോപ്പറായിട്ട് ബാറ്റ് പ്ലേസ് ചെയ്ത് കളിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് 6 ആവേണ്ടതായിരുന്നു. പുള്ളി അങ്ങനെയൊക്കെ റീഡ് ചെയ്യാനുള്ള കഴിവ് അയാൾക്ക് ഉണ്ടെങ്കിൽ അയാൾ എന്നോ IPL ക്ലിക്ക് ആവേണ്ട പ്ലെയർ. എത്ര അവസരം IPL നിന്നിടത്ത് തന്നെ പുള്ളി സ്ട്രെച്ച് ചെയ്ത് 6 അടിക്കാൻ നോക്കി. കറക്റ്റ് ആയിട്ട് ഫീൽഡറിന്റെ കയ്യിൽ ആ ബോൾ എത്തുമായിരുന്നു. മുംബൈയുടെ ബോളിംഗിൽ ഇപ്പൊ ഹർദിക്ക് വൃത്തിക്ക് പന്ത് എറിയുന്നുണ്ട് കേട്ടോ. ഹർദിക്ക് നല്ലൊരു ബോളറാണ്. അതാണ് ഈ മാച്ചിൽ തിരിച്ചു കൊണ്ടുവന്നത്. ഒരു ഘട്ടത്തില് വിക്കറ്റ് എടുക്കുന്നത് കയറി പോകുന്ന സമയത്ത് തിരിച്ച് മുംബൈയുടെ മാച്ചിലേക്ക് കൊണ്ടുവന്നതും അവരെ ഒരു 200 കടക്കാതെ നോക്കിയതും ഹാർദിക്കിന്റെ ഒരു ബോളിംഗ് ആണ്. ഗില്ലിന്റെ വിക്കറ്റ് എടുത്ത് ഹർദിക്ക് അതുകൊണ്ടല്ലേ ഫസ്റ്റ് വിക്കറ്റ്. പിന്നെ ഷാറുഖ് ഖാന്റെതും ഹാർദിക്കാണ് വിക്കറ്റ് എടുത്തിരിക്കുന്നത്. രാഹുൽ ടാറ്റബാട്ടിനെ റൺഔട്ട് ആക്കിയത് ഒരു റഷീദ് ഖാന്റെ ക്യാച്ചും പാണ്ഡ്യയാണ് എടുത്തിരിക്കുന്നത്. ഒരു ക്യാച്ച്, ഒരു റൺഔട്ട്, 2 വിക്കറ്റ്. ഹർദിക്കും സാന്നറും ഒഴിച്ച് ബാക്കിയുള്ളവര് ഒന്നും മുംബൈയിൽ ബോളിംഗിൽ ഒരു ഇമ്പാക്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല. സീസൺ തുടങ്ങുന്നതിന് മുന്നേ ദീപക് ചഹാറും ടെൻ ബോൾട്ടും 2 കിടിലൻ പവർ പ്ലേ സ്പെഷ്യലിസ്റ്റ് ഇവർ വന്ന് മുംബൈ ബോളിംഗിന് നല്ല കുന്തമുനയാകുന്നതാണ്. രണ്ടാളും PP സ്പെഷ്യലിസ്റ്റ് ആണ്. ഈ 2 പേര് 6 ഓവർ എറിഞ്ഞു പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ടീമുകൾ 6 ഓവർ എങ്ങനെ സർവൈവ് ചെയ്യുന്നുള്ളത് ഒരു പേടിയോടെ കണ്ടിരുന്ന ടീമുകൾ. ഇത് ഇവർക്ക് ഒരു ഇമ്പാക്ട് മുംബൈ 2 മത്സരങ്ങളിലായിട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു മിസ്സിംഗ് ഉണ്ട് അവിടെ. അതായത് ബോൾട്ട്, ചഹർ, ഒരു ഡയമണ്ടും കൂടി അവിടെ ജോയിൻ ചെയ്യാനുണ്ട്. പോലും എന്താ ഒരുപക്ഷെ നമ്മള് മുൻ ചർച്ചകളിൽ നമ്മള് സംസാരിച്ച പോലെ ഒരു ലീഡിംഗ് പേസർ അല്ലെങ്കിൽ ബോളിംഗ് ലീഡ് ചെയ്യാൻ ഒരു ക്യാപ്റ്റൻ ഉണ്ടെങ്കിൽ, ടോട്ടൽ മാച്ച് ടീമിന്റെ ക്യാപ്റ്റൻ അല്ല, ബോളിംഗ് ലീഡ് ചെയ്യാനായിട്ട് ഒരു ക്യാപ്റ്റൻ ഉണ്ടെങ്കിൽ, നമ്മളിപ്പോ കമ്മിൻസിന്റെ ഒക്കെ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഇപ്പൊ സ്റ്റാർക്കിനെ കൊൽക്കത്ത നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞ പോലെ ബോളിംഗ് ലീഡ് ചെയ്യാൻ ഒരു ക്യാപ്റ്റൻ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ബുംറയോട് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ബുംറ, ബോൾട്ട്, ചാറ് ഒരുപക്ഷെ സക്സസ്ഫുൾ ആയേക്കാന്നാണ് ആ ഒരു ബോൾട്ടിന്റെ പെർഫോമൻസ്. നിങ്ങളൊന്ന് നോക്കിയിരുന്നു, ബോൾട്ടിന്റെ ബോളുകളൊന്നും പണ്ടത്തെ പോലെ ഒരു എഫക്റ്റീവായിട്ട് ഫീൽ ചെയ്യുന്നില്ല. മേ ബി തിരിച്ചു വരുമായിരിക്കും. വാങ്കഡയിൽ ചിലപ്പോൾ അയാൾ നല്ല പെർഫോമൻസ് കാണിക്കുന്നുണ്ടാവും. പക്ഷെ ഈ 2 മത്സരങ്ങളിലും ചെന്നൈക്കെതിരായാലും ഇപ്പൊ ഇന്നത്തെ മത്സരത്തിലായാലും ജസ്റ്റ് കാര്യമായിട്ട് അടി കൊണ്ടിട്ടില്ല. പക്ഷെ എന്നാ കാര്യമായിട്ട് ഇമ്പാക്റ്റും ഇല്ല. ഇമ്പാക്ട് വേണമല്ലോ. അയാളൊന്ന് ഫസ്റ്റ് വിക്കറ്റ്സ് അല്ലേ മുംബൈ എക്സ്പെക്ട് ചെയ്യുന്നത്. ചഹാറിനും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ബോളിംഗ് ഒരു നല്ല സ്പിന്നറും വേണം. ഇപ്പൊ വിഘ്നേഷിനെ കളിപ്പിച്ചില്ല തോന്നുന്നു അല്ലേ? വെങ്കട്ട സത്യനാരായണ രാജു എന്താ പ്ലെയർ അടി കൊണ്ട് ഇതായി. അയാള് ടീമിൽ നിന്ന് ഒഴിവാക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ്. പിന്നെ റോബിൻ മിൻസ് വെറുതെ ഇറക്കുന്ന പാവം അവിടെ കാടനടി കളിച്ച് അൺഒഫീഷ്യൽ മെരിറ്റിലൊക്കെ കാടനടി അടിച്ച് ഇവിടെ ഒന്നും ആൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. വന്ന പാട് ഇങ്ങനെ അടിക്കാൻ നോക്കുക. ആൾക്ക് നല്ല എക്സ്പീരിയൻസിന്റെ കുറവുണ്ട്. ആളെ മാറ്റിയെടുക്കാൻ പറ്റുന്ന മുംബൈ സ്കൗട്ടിങ് നല്ല പ്ലേയേഴ്സിനെ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ അവരെ കുറ്റപ്പെടുത്തില്ല കേട്ടോ. എല്ലാ ചെറിയ പ്ലേയേഴ്സിന്റെ പേര് കാണുമ്പോഴും ഇതെങ്ങനെ ഒരു കളിയിൽ പെർഫോം ചെയ്ത ഇതെങ്ങനെ മുംബൈ കണ്ടെത്തുന്നു, അതൊക്കെ ഒരു മിത്താണ്. ആരപ്പോ ഹർദിക്കിനും ബുംറയ്ക്കും ശേഷം ഒരു പ്ലെയറെ പേര് വരാൻ പറ്റും നിങ്ങൾക്ക്? തിലക് വർമ്മനൊന്നും പറയാൻ പറ്റില്ല. തിലക് വർമ്മ ഡൊമസ്റ്റിക്കൽ വേറെ ലെവലിൽ കാരണം T20 സെഞ്ചുറി 2 സെഞ്ചുറി ഒക്കെ അടിച്ച പ്ലെയർ ആണ്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ 36 മുതൽ 38 റൺസ് ഇങ്ങനെയൊക്കെയാണ് പുള്ളി സ്കോർ ചെയ്യുന്നത്. സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നല്ലപോലെ. ഇന്ന് സൂര്യകുമാർ യാദവും കുറച്ച് ആദ്യം നന്നായിട്ട് അഗ്രസീവായിട്ട് കുറച്ച് കഴിയുന്ന സമയത്ത് പുള്ളിക്ക് ഹെൽമെറ്റില് ബോൾ കൊണ്ടു പുള്ളി ഒന്ന് ഡൗൺ ആയി. പിന്നെ അവിടെ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുപോലെ സ്ട്രഗിൾ ചെയ്തു. ഒരു പ്രൈം സൂര്യകുമാർ യാദവിനെ ഹാർദിക് പാണ്ഡ്യനൊക്കെ സുഖമായിട്ട് ജയിക്കാൻ പറ്റുന്ന ഒരു കളിയായിരുന്നു ഇന്നത്തെ കളി. 196 പ്രൈം സൂര്യയും ഹർദിക്കാണെങ്കിൽ ഇന്റർനാഷണൽ ലെവല് പോലും ഇച്ചിരി ഡൗൺ ആണ്. ആ ഒരു റെസ്പോൺസിബിലിറ്റി എത്രത്തോളം പുള്ളിക്ക് ഭാരമാണ് എന്ന് വിചാരിക്കുന്നതെന്ന് അറിയില്ല. പക്ഷെ ക്യാപ്റ്റൻസിന്റെ ഒരു ഹെവി റെസ്പോൺസിബിലിറ്റി കുറച്ച് ഡൗൺ ആക്കിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് ഓവറോൾ. പക്ഷെ മുംബൈയിൽ ഇപ്പൊ ഇനി പേടിക്കാനില്ല. മുംബൈയിൽ ഹർദിക്കല്ല ക്യാപ്റ്റൻ. ഫസ്റ്റ് മത്സരത്തിൽ മാത്രമല്ല സ്കൈ ക്യാപ്റ്റൻ ആയിട്ടുള്ളൂ. സ്കൈ ടോട്ടലി ഡൗൺ ആണ് ആള്. കുറച്ച് ഇതായിട്ട് മാസങ്ങളായിട്ട് T20 അപ്രോച്ച് ഇന്ത്യൻ T20 അപ്രോച്ച് മാറ്റിയൊരു പ്ലെയർ ആണ്. സഞ്ജയും ഞാനും ശിവവും 3 പേരും പറഞ്ഞത് ഹാർദിക്കിന്റെ വരവോടെ മുംബൈ ജയിക്കുന്നതാണ്. ഒരാൾ പോലും GT ജയിക്കുന്നു പറഞ്ഞില്ല. ഹാർദിക്കിന്റെ വരവില് 17 പന്തിൽ 11 റൺസ് അവിടെയാണ് മുംബൈക്ക്. പക്ഷെ അതിന് മുന്നേ മുംബൈ ബാക്കിലായിരുന്നു. രണ്ടാമത്തെ പ്രസീദ് കൃഷ്ണയുടെ ആ വരവ് തന്നെയാണ് ഇന്നത്തെ മത്സരത്തിലെ മെയിൻ ഒരു ഇത്.
ഹർദിക്ക് അവിടെ പ്രോപ്പർ ആയിട്ട് ഒരു 36 റൺസിനെ കളി തോറ്റത്. ഇപ്പൊ 17 പന്തിലൊരു ഹർദിക്ക് ഒരു 30 റൺ എടുക്കുക, അതായത് ഒരു 19 റൺ കൂടി എക്സ്ട്രാ. പിന്നെ 17 റണ്ണ് തിലക് വർമ്മയും ഹർദിക്കും കൂടി ആ 36 റൺസ് ഈസി ആയിട്ട് അവർക്ക് ഷെയർ ചെയ്തെടുക്കാവുന്നതുണ്ടായിരുന്നല്ലോ. പക്ഷെ അത് അവർക്ക് അത്രയും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ കളിച്ചിരുന്നു. അതെ, അവർ കളിച്ചിട്ടുണ്ട്. പക്ഷെ അവരെ മാത്രം കോൺട്രിബ്യൂഷൻ ഇല്ലാത്തതാണ്. എന്റെ ഒരു ഒപ്പീനിയനിൽ സിറാജ് ആണ് അവർക്ക് ആ ഇനീഷ്യൽ സ്ട്രൈക്ക് കൊടുത്തത്. ഓപ്പണേഴ്സിനെ സിംഗിൾ ഡിജിറ്റിന് പുറത്താക്കിയപ്പോഴാണ് അവര് വേം നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെ വിക്കറ്റിന് ശേഷമാണ് മുംബൈ ഡൗൺ ആവുന്നത്. അതുവരെ ഗുജറാത്തിന്റെ അതേ പേസിലായിരുന്നു മുംബൈ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ മുംബൈ തിരിച്ചു വന്നിരുന്നു. 11 ഓവറിൽ 97 എന്ന് പറയുമ്പോൾ ഏകദേശം 9ന്റെ വിക്കറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ 2 വിക്കറ്റ് ഇമ്പോർട്ടന്റ് വിക്കറ്റ്, കാരണം 2 നല്ല അടിക്കുന്ന ഓപ്പണേഴ്സ് ആണ്. കുറെ വർഷങ്ങളായിട്ട് രോഹിത് ശർമ്മ ഇൻകൺസിസ്റ്റന്റ് പ്ലെയർ ആണ്. ഒരു IPL ആൾക്ക് 3-4 നല്ല പെർഫോമൻസ് മാത്രമാണ് കണ്ടെത്താൻ പറ്റുന്നത്. ബാക്കി 10 മത്സരങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ മത്സരങ്ങൾ ആള് ടീമിന് വെറും ഭാരമായിട്ട് മാറുന്ന ഒരു പ്ലെയർ. കുറ്റപ്പെടുത്തില്ല. സെഞ്ചുറി പോലും ഒരു സ്ലോ ഇന്നിംഗ്സ് ആയിരുന്നു. അതാണ് ഏറ്റവും കൂടുതൽ മിഡിൽ ഓവറിൽ ഈവൻ താക്കൂറിനെതിരെ പോലും ആൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. മിഡിൽ ഓവറിൽ താക്കൂറിന്റെയും വേറെ ദേശ്പാണ്ഡെ 2 ഓവറുകളാണ് ആ മത്സരം കയ്യിൽ നിന്ന് പോകുന്നത് മുംബൈയുടെ. അപ്പൊ ഈ മുംബൈക്ക് ഓപ്പണിംഗ് പ്ലെയർ നല്ലൊരു സ്റ്റാർട്ട് നൽകാതെ മിഡിൽ ഓവർ ഈ പറഞ്ഞ 3 പ്ലേയേഴ്സ് നല്ല രീതിയിൽ കളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. കാരണം ഓപ്പണിംഗ് പ്ലെയറിന് എന്തെങ്കിലും തിരക്കണ്ടേ. പവർ പ്ലേ കളിച്ചിട്ട് ഒരു 50 റൺസെങ്കിലും സംഭാവന ചെയ്ത് പോകുമ്പോഴല്ല ടീമിന് അത് ഉപകാരമായിട്ട് മാറുള്ളൂ. അതും തരാത്തൊരവസ്ഥയാണെങ്കിൽ മുംബൈക്ക് നല്ല രീതിയിൽ അത് സ്ട്രഗ്ലിംഗ് പോയിന്റ് ആയിട്ട് മാറും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇശാന്തന്റെ ഒരു ഓവറായിരുന്നു. അത് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. കാരണം ആ ഒരു ഓവറൊക്കെ എക്സ്പീരിയൻസ് മുതലാക്കിയെന്ന്. അതുകൊണ്ട് പക്ഷെ അയാളെ എക്സ്പോസ് ചെയ്യപ്പെടുട്ടോ, അതിൽ സംശയമൊന്നുമില്ല. അയാൾ കഴിഞ്ഞ വർഷം എക്സ്പോസ് ചെയ്യപ്പെട്ടതാണ്. പക്ഷെ ആ എക്സ്പീരിയൻസ് ഇന്ന് മുതലാക്കി. അതുകൊണ്ട് 2 ഓവറെ കൊടുത്തുള്ളൂ തോന്നുന്നു. അതെ, കഴിഞ്ഞ വർഷം നല്ല ഒരു കളിയിൽ അടി കിട്ടിയതാണ്. പാവാണ്, പറഞ്ഞിട്ട് കാര്യമില്ല, വയസ്സായില്ല. ഫാക്ടർ കാരണം ബോൾ ചേഞ്ച് ചെയ്യുന്നുണ്ടോ? അതുകൊണ്ടാണോ ഈ ചേസിംഗ് അത്ര എളുപ്പമല്ലായി മാറുന്നത്? ഇപ്പോ ഞാൻ ആക്ച്വലി ശ്രദ്ധിച്ചിട്ടില്ല മാറ്റുന്നുണ്ടോന്ന്. മാറ്റുന്നുണ്ടെങ്കിൽ അതന്നെ ആയിരിക്കും ഒരു ഇമ്പോർട്ടന്റ് ഘടകം. അതിപ്പോ കാരണം ഞാൻ ചേസിംഗിൽ ഞാനൊരു പ്രഡിക്ഷൻ ഗ്രൂപ്പിൽ പ്രഡിക്ഷൻ നടത്തുന്നുണ്ട്. പ്രഡിക്ഷൻ മീൻസ് ഒരു കോൺടെസ്റ്റ് പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ മിക്ക പ്രഡിക്ഷൻസും ചേസിംഗ് ടീമിന് വിജയിക്കുന്ന രീതിയിലാണ് ഞങ്ങൾ പ്രഡിക്ഷൻ നടത്താറ്. ഇതിപ്പോ കുറെ പ്രഡിക്ഷൻസ് തെറ്റി. ചെന്നൈ തെറ്റി, രാജസ്ഥാന് കയ്യിൽ നിന്ന് പോയി. ചേസിംഗ് എല്ലാവരും രാജസ്ഥാനെ കൊടുത്തിരുന്നത്. ഇപ്പൊ ഇവരെ മാച്ചും ഞാൻ പ്രഡിക്ട് ചെയ്തത് മുംബൈ വിജയിക്കുന്ന രീതിയിലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ 3-4 മത്സരങ്ങൾ ഒക്കെ പ്രഡിക്ഷൻ റോങ് ആയിട്ട് പോകാൻ. പിന്നെ നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കുറച്ച് പെർഫോമൻസും വരുന്നുണ്ട്. നമ്മൾ പ്രഡിക്ട് ചെയ്ത പോലെയല്ല. ഇപ്പൊ സിറാജും പ്രസീദും ഇങ്ങനെയൊക്കെ ബോൾ ചെയ്യുന്ന ആര് കണ്ട്. സിറാജിന്റെയും പ്രസിദ്ധിന്റെയും ബോളിംഗ് പ്രകടനം ഷിയാബിന് ഷോക്കായിരുന്നു തോന്നുന്നു. ഷോക്കല്ല, കളിച്ചു കഴിഞ്ഞാൽ സന്തോഷമേ ഉള്ളൂ. 2 ഇന്ത്യൻ ബോളേഴ്സ് അല്ലേ, അവര് പെർഫോം ചെയ്താൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ അവര് റാഷിദ് ഖാൻ ആയാലും റബാഡ ആയാലും അവര് ഇൻകൺസിസ്റ്റന്റ് ആണ് തോന്നുന്നത്. റാഷിദ് കഴിഞ്ഞ വർഷം മുതലേ ഈവൻ സെമി റിസീവ് ചെയ്താൽ തൂക്കിപ്പോയി. ധോണി സ്പിന്നേഴ്സിനെതിരെ ഏറ്റവും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ബാറ്ററാണ്. അയാൾ കണ്ടിന്യൂസ് 2 സിക്സസ് അടിച്ച് അയാൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട് കാര്യമായിട്ട്. ഇന്റർനാഷണൽ ആയാലും DC ഫൈനലിലെത്തിയ വർഷം മാത്രമാണ് റബാഡയും നോക്കിയും കൂടിയിട്ടുള്ള ഒരു. പക്ഷെ IPL റബാഡ നല്ല കൺസിസ്റ്റന്റ് പ്ലെയർ ആണ് അയാൾ. പക്ഷെ ആ ഇമ്പാക്ട് അയാൾക്ക് കണ്ടിന്യൂസ് സീസണിൽ തരാൻ പറ്റുന്ന കാണാത്തതിന്റെ റീസൺ അയാളുടെ ടീം കപ്പെടുക്കുന്നില്ല എന്നുള്ള. അത് നല്ല ബോളറാണ്. പക്ഷെ ഇന്നത്തെ മത്സരത്തിൽ അയാൾ മോശമായിരുന്നു. പിന്നെ സായ് കിഷോർ ഇയാൾ നല്ല സെറ്റ് ആയി മാറട്ടോ, നല്ല ബോളർ. ചെന്നൈക്ക് അങ്ങനത്തെ ഒരു ബോളർ ഉണ്ടായിരുന്നെങ്കിൽ ഗ്യാരണ്ടി പെർഫോമൻസ് ആണ്. സായ് കിഷോർ ആണെങ്കിലും സായ് സുദർശൻ ആണെങ്കിലും കുറച്ച് വർഷങ്ങളായിട്ട് 2023 മുതൽ അവർ സ്റ്റാർട്ട് ചെയ്തതാണ്. കഴിഞ്ഞ വർഷമായാലും ഈ വർഷമായാലും ഒരു പ്രോപ്പർ നമുക്ക് അവരെ ഒരു റിസ്ക് ഫാക്ടറാണ് അവർ ഇൻക്ലൂഡ് ചെയ്തെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇമ്പാക്ട് ആയിട്ട് കൊണ്ടുവന്നാലും എങ്ങനെ കൊണ്ടുവന്നാലും അവര് പെർഫോമൻസ് പക്കയായിട്ട് കൊടുക്കും. ഒരു 40 റൺസ് സായ് സുദർശൻ മിനിമം ഗ്യാരണ്ടി ആണ്. സായ് സുദർശന് IPL ചരിത്രത്തില് ആകെ ഒറ്റ വട്ടാത്ര സിംഗിൾ ഡിജിറ്റ് പുറത്തായിട്ടുള്ളത്. ആകെ ഒരു പ്രശ്നമായിട്ടുള്ളത് അയാളുടെ ODI ശൈലിയിലുള്ള പല ഇന്നിംഗ്സുകളും അവസാനിക്കുന്നത് ODI ശൈലിയിലാണ്. പിന്നെ പലതവണയും നോട്ട് ഔട്ട് ആണ് അയാൾ. കൺവേർഷൻ ചെയ്യുമ്പോൾ അയാൾ നല്ല ഇന്നിംഗ്സ് ആയിട്ട് മാറുന്നുണ്ട് 2023 ഫൈനൽ പോലൊക്കെ ഉള്ള. പക്ഷെ അങ്ങനെ ബിഗ് സ്കോറിലോട്ട് വരാത്ത 36 ഗോൾ 50 ആയിട്ട് മാറുമ്പോഴാണ് പ്രശ്നം. ചിലപ്പോൾ നമുക്കറിയാലോ നമ്മള് ഗൈക്കോഡൊക്കെ എങ്ങനെയാ തുടങ്ങിയ, അല്ലെങ്കിൽ ഗൈക്കോഡ് എങ്ങനെ കളിച്ച് ഇപ്പൊ ഇവിടെ എത്തി നിൽക്കുന്നത്. പുള്ളിയും ഏകദേശം കുറച്ച് കളികൾ മാത്രമേ പുള്ളി ഗിയർ മാറ്റി അല്ലെങ്കിൽ ഒരു ടോപ്പിലേക്ക് വരുന്നത്. ഇപ്പൊ ഗെയ്ക്വാദിന്റെ ഒരു കമ്പാരിസൺ വന്നുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം പറയാം. ഗെയ്ക്വാദും സായ് സുദർശൻ തുടങ്ങുന്നത് ഒരേപോലെയാണ്. പക്ഷെ ഗെയ്ക്വാദ് ബാറ്റ് ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ 20ാമത്തെ ഓവർ വരെ കളിക്കുന്നുണ്ടെങ്കിൽ ഒരു 200-ന് ഫിനിഷ് റേറ്റ് ഗെയ്ക്വാദിന് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നത്. അത് സായ് സുദർശനെ കൊണ്ട് പലപ്പോഴും പറ്റുന്നത്. പുള്ളി 160-170 ഫിനിഷ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒരുപാട് ബോൾ കൺസ്യൂം ചെയ്തെന്ന് തോന്നുന്നു. കാരണം 120 പന്തിൽ ഏകദേശം 50 കൂടുതൽ പന്ത് ഒരു പ്ലെയർ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അയാൾ മിനിമം ഒരു 110 റൺസ് എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ടീം ഒരിക്കലും 200 മേലെ പോകില്ല. വിരാട് കോഹ്ലി RCBക്ക് വാരം പോകുന്നത് പോലെയാണ് സായ് സുദർശന്റെ ബാറ്റിംഗ് പലപ്പോഴും. പക്ഷെ സ്റ്റിൽ ആൾ നല്ല ക്വാളിറ്റി ബാറ്റിംഗ് തന്നെയാണ് ആൾ ചെയ്യുന്നത്. ആകെ ഒരു പ്രശ്നം T20 നമ്മൾ ടീം പ്രതീക്ഷിക്കുന്ന ഒരു സ്കോറിലേക്ക് എത്തിക്കാൻ കഴിവുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. കിടക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഗില്ല് ഒരു ഫ്രണ്ട് ഫുട്ടിലേക്ക് ഇറങ്ങി നല്ല സ്ട്രോങ്. കാരണം പവർ പ്ലേയിൽ വിക്കറ്റ് പോകാൻ പാടില്ല. അതുപോലെ തന്നെ 2 ബാറ്റേഴ്സ് ഇന്ന് അവരുടെ വിക്കറ്റ് പോയിട്ടില്ല പവർ പ്ലേയിൽ. നല്ല സ്കോറാണ്, വലിയ കുഴപ്പമില്ലാത്ത സ്കോറാണ്. പല ടീമുകളും 6 ഓവർ 30 അടിച്ചിട്ടാണ് കളിക്കുന്നത്. 2023 അയാൾ 800-900 റൺസിന്റെ അടുത്ത് എങ്ങനെ സ്കോർ ചെയ്യുന്നുണ്ട്. അതിന്റെ അടുത്തെങ്ങും അയാൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. പെർഫോമൻസ് മോശം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അതിന്റെ അടുത്തുള്ള ഒരു പെർഫോമൻസ് അല്ല അയാൾ ഇപ്പൊ കളിക്കുന്നത്. അതൊരു ഉപദ്രവമാണ് ടീമിന്.
പക്ഷെ ബട്ട്ലർ നല്ല വൃത്തി കളിക്കുന്നുണ്ട്. രാജസ്ഥാൻ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിലൊന്നാണ് റിയാൻ പരാഗിനെയും ജുറലിനെയും പോലെ ലെജൻസിനെ നിലനിർത്തിയിട്ട് ബട്ട്ലറെ പോലെ ഒരു അൺകാപ്ഡ് പ്ലെയറിനെ വിട്ടുകളഞ്ഞത്. നാളത്തെ മാച്ച് രാജസ്ഥാനും ചെന്നൈയുമാണ്. രാജസ്ഥാന്റെ സെക്കൻഡ് ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള ഗുവാഹത്തിയിലാണ്. പലരും പറയുന്നു CSK ഇന്നലെ മാച്ച് കഴിഞ്ഞിട്ട് അവർ പുറപ്പെട്ടു, നാളെ തന്നെ അവർ മാച്ച് കളിക്കാൻ പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം കിട്ടില്ല. പക്ഷെ ഇന്നലെ തന്നെ അത്യാവശ്യം CSK പ്രാക്ടീസ് ചെയ്തിട്ടാണ്, ഫ്രണ്ട് ഫുട്ട് ഡിഫൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെയാണ് അവർ പോയിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഒരു ബാറ്റിംഗ് വേണ്ട കാര്യമില്ല. 100 വരെ ഇന്നലെ ബാറ്റിംഗിന് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഇനി ബാറ്റിംഗ് പെർഫോമൻസിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. ബോളിംഗ് അവർ തിരിച്ചു വന്നാൽ വന്നു. രാജസ്ഥാനോടാണ് കളിക്കുന്നത്. റിയൻ പരാഗ് എന്ന ലെജൻഡിന്റെ ഹോം ഗ്രൗണ്ടിലാണ്. കഴിഞ്ഞ മാച്ചിലെ ഒരാൾ ഒന്ന് കാലൊക്കെ തൊട്ട് ഡെമി കോഡാണ് അവിടെ ദൈവമാണ്. എത്ര കൊടുത്താണോ പറയാൻ പറ്റില്ലല്ലോ. ലാസ്റ്റ് 2 മത്സരങ്ങൾ സ്റ്റേറ്റ് വെച്ച് നോക്കുമ്പോൾ റിയാൻ പരാഗ് IPL കളിക്കുന്നത്. അല്ല അതിപ്പോ പറയാൻ പറ്റില്ല. നമുക്ക് നമുക്കറിയാലോ, ഇപ്പൊ ഓരോ സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ക്രിക്കറ്റിന്റെ വിഷയം എടുക്കില്ല. ഇപ്പൊ ഓരോ സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാൽ വ്യത്യസ്ത രീതിയിലാണ് റിസീവ് ചെയ്യുന്നത്. നമ്മളിപ്പോ ഇവിടെയാണെങ്കിൽ നമ്മള് അങ്ങനെ നല്ല രീതിയിൽ റിസീവ് ചെയ്യുക. ചിലപ്പോൾ വേറെ സ്റ്റേറ്റിൽ പോയാൽ വേറെ രീതിയിലാണ്. സഞ്ജുനൊക്കെ കൊടുക്കുന്ന പോലെ തന്നെ സഞ്ജുന് ഇപ്പൊ കേരളത്തിൽ നല്ല അത്യാവശ്യം വലിയ ഫാൻ ബേസ് ഉണ്ടല്ലോ. രാജസ്ഥാൻ ഫാൻ ബേസ് കിട്ടുന്നതിന് മെയിൻ റീസൺ കേരള തമിഴ്നാടത്തെ കുറച്ച് വിഭാഗങ്ങളൊക്കെയാണ്. പിന്നെ ഇപ്പൊ റിയാൻ പരാഗിനെ വെച്ച് നോർത്ത് ഈസ്റ്റും സംഘടിപ്പിക്കാൻ അവർ നോക്കുന്നുണ്ട് ടീം. അതാണ് ഗുവാഹത്തിയിലൊക്കെ മാച്ച് വരുന്നത്. പിന്നെ രാജസ്ഥാൻ മാച്ച് കണ്ടക്ട് ചെയ്യുന്നത് കാരണം അവിടെ കൂടുതലും ഫുട്ബോളാണ്. ഇപ്പൊ ഒരു രഞ്ജി പോലും ഒരു പ്രോപ്പർ ടീം ഇല്ല കളിക്കാനായിട്ട്. എല്ലാ ടീമും കാര്യമാണ്. ഒരു 41 റണ്ണിന് ഓൾ ഔട്ട് ആവും. അരുണാചൽ പ്രദേശൊക്കെ സ്ഥിരം ഇതുപോലെ രഞ്ജി കളിക്കും, 41 റൺസിന് ഓൾ ഔട്ട് ആവും. ഇവർക്ക് ആർക്കും ഒരു പ്രോപ്പർ ടീം ഇല്ല. ക്രിക്കറ്റേ ഇല്ല ശരിക്കും പറയുകയാണെങ്കിൽ അവിടെ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അവിടെ റിയാൻ പരാഗിനെ പോലുള്ള ആൾക്കാർ വരണമെന്നുണ്ടെങ്കിൽ ബർസപ്പര സ്റ്റേഡിയത്തിൽ ഇനിയും മാച്ചസ് കണ്ടക്ട് ചെയ്യാം. സ്റ്റേഡിയത്തിൽ ഒരുപാട് വർഷങ്ങളായിട്ട് അവിടെ മാച്ചസ് കണ്ടക്ട് ചെയ്യുന്നത് എനിക്ക് നല്ലൊരു IPL ചെയ്യുന്ന നല്ല കാര്യങ്ങളിൽ ഒന്നാണ് കേട്ടോ. ഈ ചില സ്റ്റേഡിയങ്ങളിൽ ഒരാള് ആസാംകാരനാണ്. പുള്ളിയാണ് റിയാൻ പരാഗിനെ കഴിഞ്ഞ വർഷത്തിന് മുമ്പ് ഇത്രയും ബാക്ക് ചെയ്തത്. ഷെയർ ഉള്ള ഒരാളാണ് അവിടെ. രാജസ്ഥാൻ ഓണർഷിപ്പിൽ ഷെയർ ഉള്ള ഒരാളാണ് അസാമിൽ നിന്നുള്ള എവിടെ നിന്നുള്ള അയാള് റിയാൻ പരാഗിന്റെ റിലേറ്റീവ് കൂടെയാണ്. അസാംകാരനാണ്. പക്ഷെ നാളത്തെ മത്സരം കുറച്ച് കടുത്ത മത്സരമായിരിക്കും. ഒരു ഭാഗത്ത് ഫസ്റ്റ് സെഷനും സെക്കൻഡ് സെഷനൊക്കെ കടുത്ത ഡിഫൻസീവ് അപ്രോച്ച് കാഴ്ചവെക്കുന്ന ഒരു ടീമും മറുഭാഗത്ത് ബൗളിംഗും ബാറ്റിംഗും സ്ഥിരത പുലർത്താത്ത ഒരു ടീമും തമ്മിൽ. അപ്പൊ രണ്ട് ടീമുകളിൽ ആര് ജയിക്കും എന്നുള്ളത് അൻഷുൽ കബോജ് പ്രോപ്പർ എനിക്ക് തോന്നുന്നു പേസർ അല്ല, പക്ഷെ ഒരു മീഡിയം ഇതാണ്. പക്ഷെ നമുക്ക് വേണ്ടി പരീക്ഷിക്കാവുന്നതാണ്. പരീക്ഷിക്കാൻ മാത്രം അത്ര ദുരന്തമൊന്നുമില്ല. ബാറ്റിംഗ് വലിയ കുഴപ്പമില്ലാത്ത ഓർഡറാണ്. ഇന്ത്യൻ ബാറ്റിംഗ് കോർ ആണെങ്കിൽ പോലും ജയ്സോളൊക്കെ ചെന്നൈനെ കണ്ട ഒരു മത്സരം ഓർമ്മയുണ്ടോ? ചെന്നൈ രാജസ്ഥാൻ മത്സരം 180+ ഇങ്ങനെ ചെന്നൈ സ്കോർ ചെയ്യുന്നുണ്ട്. അതിൽ ഹേസൽവുഡ് ചെന്നൈ കളിക്കുന്ന സമയമാണ്. അപ്പൊ ഹേസൽവുഡ് വഴിയൊക്കെ ഈ ജയ്സോളിനൊക്കെ പെട്ടെന്ന് എഴുത്തിടാന്ന് കരുതി നിൽക്കുമ്പോ ജയ്സോള് 2 ഓവറിലും ഹേസൽവുഡിനെ എയറിലേക്ക് വിട്ടിട്ടാണ് കളി നടക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രശ്നം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് രാജസ്ഥാനെതിരെ ചെന്നൈ എന്നുള്ള ടീം ഡൗൺ ആണ്. ഒരു കാലത്ത് ചെന്നൈ 3-2 കണ്ട് ലാസ്റ്റ് 5 കളി ലീഡ് ചെയ്യുന്നില്ലേ? ലാസ്റ്റ് 9 കളികളിൽ 6 കളികൾ എങ്ങനെ ജയിച്ചത് രാജസ്ഥാനാണ്. നല്ല ഡോമിനേറ്റർ ആയിട്ട് കളിക്കുന്നു രാജസ്ഥാൻ. സ്പിന്നിന് അനുകൂലമല്ല, പക്ഷെ ബാറ്റിംഗ് ഫ്രണ്ട്ലി അല്ല എന്ന് മാത്രം. കഴിഞ്ഞ KKR മാച്ച് നടന്നത് തന്നെ. KKR രാജസ്ഥാൻ മാച്ച് രാജസ്ഥാൻ നല്ലോണം കഷ്ടപ്പെട്ടല്ലോ കുറച്ച്. ചെന്നൈ ടീം ഫസ്റ്റ് ബാറ്റ് ആണെങ്കിൽ എന്തിനും കടക്കില്ല. അത്രയും നല്ല ബാറ്റിംഗ് ലൈനപ്പ് അല്ല അവര്. സ്റ്റാർട്ടിംഗ് ഒരു ശങ്കറിനെ കൊണ്ടുവരും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ത്രിപാഠിനെങ്കിലും ഒഴിവാക്കും. എന്ത് തോന്നുന്നു? അല്ല, ആരെ ഒഴിവാക്കണം എന്നുള്ള ആൾക്ക് മനസ്സിലാവാത്ത. രണ്ടും എക്സ്ട്രീം ലെവലിൽ നെഗറ്റീവ് ക്രിക്കറ്റ് കളിക്കുന്നു. ത്രിപാഠി അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും കൊള്ളുന്നില്ല. മറ്റാള് പിന്നെ വന്നിട്ട് ടെസ്റ്റ് ചെയ്യാൻ തോൽപ്പിക്കുന്ന രീതിയിലുള്ള ഡിഫൻസീവ് ആണ് കളിക്കുന്നത്. കോൺവേക്ക് ശരിക്കും പരിക്കണം. എന്താണ് ശരിക്കും? അല്ല, കോൺവേ 11 പ്രശ്നമാവുന്ന കരുതിയിട്ട് ബോളിങ്ങിനെ ബാധിക്കുന്ന കരുതിയിട്ട് കോൺവേ ഇറക്കാതിരിക്കുന്നത്. 2 ബോളേഴ്സും മെയിൻ ബോളേഴ്സും ഒരു ഓൾറൗണ്ടർ വരുന്ന രീതിയിൽ. ഓൾറൗണ്ടർ സാംകാറിനെ എടുത്തിട്ട് സാംകാറിനെ കൊണ്ട് എന്താണ് ബോളിംഗിൽ ഗുണം എന്നുള്ളത് മനസ്സിലാവുന്നില്ല. അയാളുടെ മറ്റേ സാംകാറിനെ മാറ്റിയിട്ട് കാമ്പോജിനാണെങ്കിൽ ഒരു കളി പരീക്ഷിച്ചു കഴിഞ്ഞാൽ ത്രിപുടിനെ മാറ്റിട്ട് കോൺവെന്റ് ഇറക്കി കഴിഞ്ഞാൽ അത്രയും ഒരിക്കൽ പോലും ഇപ്പൊ ഈ കോൺവെ വേറെ ഏതെങ്കിലും ടീമിൽ കളിക്കാന്നുണ്ടെങ്കിൽ ഒരു ടീം പോലും പുള്ളിനെ പ്ലേയിങ്ങിൽ ഒന്ന് ഔട്ടാക്കുന്നില്ല. പരിക്കിന്റെ അല്ലെങ്കിൽ വേറെ ഒരു കാര്യം. ചെന്നൈ CSK ഈ സീസണിൽ ഏറ്റവും വലിയൊരു മണ്ടത്തരം കാട്ടിയത് എന്താ വെച്ചാൽ 2 സ്പിന്നേഴ്സിന് വേണ്ടി അവർ 20 കോടി മുടക്കി. അതിൽ ഒരു 100 മാത്രം മതിയായിരുന്നു. 10 കോടി അശ്വിനെ ഇതാക്കില്ല. അശ്വിന് ഇമ്പാക്ട് ഒന്നും പണ്ടത്തെ പോലെ ഉണ്ടാക്കാൻ പറ്റില്ല. ചെന്നൈ പാസം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് അശ്വിനെ എടുക്കേണ്ടിയിരുന്നില്ല 10 കോടി കൊടുത്തിട്ട്. പ്ലസ് ആ സാംകറിന്റെ ഒളിയും, ഈ 2 ഒളി കൊണ്ട് സാംകറിനും കോൺവേ ഇവർക്ക് വേണ്ടി മാത്രമായത് 20 കോടി ഈ 3 പ്ലേയേഴ്സിന് വേണ്ടിയിട്ട്. ഈ 3 പ്ലേയേഴ്സിന് എടുക്കാതെ നല്ല 2 അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ബാറ്റർ പ്രോപ്പർ ഹിറ്റിംഗ്. അശുതോഷിനൊക്കെ വിറ്റുപോകുന്നത് 3.5 CR ഡൽഹിക്ക്. അങ്ങനെ ഒരു ബാറ്റർ ഇപ്പൊ ധോണി 9ാമതായി പോയി കളിക്കുകയാണെങ്കിൽ ചെന്നൈക്ക് ഒരു നല്ല ബാറ്റർ വേണമല്ലോ ഈ 5 ഓവറിലും കളിക്കാൻ. 5 ഓവറിലും കളിക്കുന്നത് ആരാ? ജഡേജ 10 ബോളിൽ 10, 20 ബോളിൽ 20. പിന്നെ ആരാ? ഹൂഡ 10 ബോളിൽ 5. ദ്യൂബെ പ്രഷറിലാണ് കളിക്കുന്നത്. സാംകാരൻ 13 ബോളിൽ 8. അപ്പൊ അവിടെ നല്ലൊരു ബാറ്റർ വരികയാണെങ്കിൽ അത് ചെന്നൈക്ക് ഉപകാരമായി. ചെന്നൈ ലേലത്തിലെ ഏറ്റവും കാട്ടിയ മണ്ടത്തരാണ് അശ്വിനെ എടുത്തത്. അശ്വിനെ കുറ്റപ്പെടുത്തുകയല്ല, അശ്വിനേക്കാൾ ബെറ്റർ ഒരു ബാറ്റർ അവിടെ വന്ന് നല്ലൊരു ബോളറിന് പകരം ഇന്ത്യൻ ബോളറോ അല്ലെങ്കിൽ ഫോറിൻ പേസർക്ക്
പിന്നാലെ പോകുന്നതായിരുന്നു ബെറ്റർ. ഈ ചെന്നൈ 11 തന്നെ തീരുമാനിക്കുന്നത് ഇപ്പൊ സാം കർണ എന്നുള്ള രീതിയിലായി പോയി ചെന്നൈയുടെ ഈ ഓപ്ഷൻ വിളി കാരണം ആ ടീമിന്റെ ലൈനപ്പ്. നമുക്ക് നോക്കാം നാളത്തെ പ്രഡിക്ഷൻസ് എന്തൊക്കെയാണ്, ആര് ജയിക്കുന്നതാണ് തോന്നുന്നത് ശിവന്? ഞാനൊരു ഇപ്പോഴത്തെ ഫോം വെച്ചിട്ട് ചെന്നൈ വിജയിക്കും. ഇപ്പത്തെ അല്ല, കഴിഞ്ഞ മത്സരത്തിലല്ല, ഫസ്റ്റ് മത്സരത്തില്. കാരണം ബോളിംഗ് കുറച്ചുകൂടെ ബെറ്റർ ആണ് ചെന്നൈയുടെ. രാജസ്ഥാന്റെ ബോളിംഗ് വീക്കാണ്. ആ ബോളിംഗ് വീക്കാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചെന്നൈ ബാറ്റിംഗ് അത്രയും വേറെ ലെവൽ പെർഫോമൻസ് ആയതുകൊണ്ട് ആ ബോളിംഗ് പിടിച്ചു കെട്ടാവുന്നേ ഉള്ളൂ. നാളെ എക്സ് ചെന്നൈ ആൾക്കാരെ രണ്ടുപേര് തീക്ഷണയും ദേശ്പാണ്ഡെയൊക്കെയാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ? ഒരു പക്ഷെ പ്രോപ്പർ ആയിട്ട്, അതായത് അറിയായിരിക്കുമല്ലോ ചെന്നൈയുടെ സിറ്റുവേഷൻസ് എങ്ങനെയാണ്. കാരണം പ്ലേയേഴ്സിന് വലിയ കാര്യമായിട്ടുള്ള ഒന്നും അറിയിട്ടില്ല. പിന്നെ പ്ലേയേഴ്സിനൊക്കെ എന്തായാലും ഡിസ്കഷനിൽ വരുമ്പോൾ എന്തായാലും അവർക്കറിയാം എങ്ങനെയാണ് അവരെ ചെന്നൈ യൂസ് ചെയ്തിരുന്നത്, എങ്ങനെയാണ് അവര് ചെന്നൈയിൽ യൂസ് ചെയ്തത്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ടീമിനെ എങ്ങനെ യൂസ് ചെയ്തത്. അതായത് ട്രിക്സ് തന്നെ ആയിരിക്കും ചിലപ്പോൾ ഇവര് ഡിസ്കഷനിലൂടെ നാളെ ഒരു ചെന്നൈക്ക് എതിരും പ്രയോഗിക്കാൻ പോണേ. ചെന്നൈ ബാറ്റിംഗിൽ രജിൻ അല്ലെങ്കിൽ ത്രിപാഠി ഇതിൽ ഏതെങ്കിലും ഒരാള് അറ്റാക്കിംഗ് മോഡിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വന്നേ മതിയാകൂ. ചെന്നൈ ബാറ്റിംഗ് എന്തെങ്കിലും അറ്റാക്കിംഗ് മാത്രമല്ല, കുറച്ച് നിൽക്കും വേണം. ഒരു പക്ഷെ നിന്നിട്ടും കാര്യമില്ലേ, ഇപ്പൊ ഈ നിക്കൽ നിർബന്ധമാണ്. കാരണം അല്ലെങ്കിൽ ഒരാള് ഇപ്പൊ നമ്മൾ അറിയാലോ RCBയിൽ സോൾട്ട് അടിക്കും, ഫസ്റ്റ് സോൾട്ട് അടിക്കും, സോൾട്ട് ഹിറ്റ് ചെയ്യും, പിന്നെ കോഹ്ലി നിൽക്കാൻ ശ്രമിക്കും. അത് കോഹ്ലി ഔട്ട് ആവണമെന്നില്ല, പിന്നെ പട്ടിദാർ വരും. കോഹ്ലി നിന്ന് കുറച്ച് ആകുമ്പോഴേക്കും പിന്നെ പട്ടിദാർ വരും. അപ്പൊ ത്രിപാഠിയും രജിനും ഓപ്പണിംഗ് ഇറങ്ങാണ്, രജിൻ ഹിറ്റ് ചെയ്യണം, പവർ പ്ലേ ഹിറ്റ് ചെയ്യണു, ത്രിപാഠി കുറച്ച് നേരം നിൽക്കുന്നു. അപ്പോഴേക്കും പിന്നെ ഗൈക്വാഡ് വന്ന് അത് എവിടെയാണോ രജിൻ നിർത്തി വെച്ചത് അല്ലെങ്കിൽ അവിടെ നിന്ന് ക്യാരി ചെയ്ത് കൊണ്ടുപോകണം. അപ്പോഴേക്കും ഒരു 10-15 ഓവർ 130-150 റൺ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, പിച്ചിന്റെ സ്വഭാവം അനുസരിച്ചിട്ട് ഒരു 70-80% ഒരു മാക്സിമം റൺ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ ബോളിംഗിൽ പിടിക്കാൻ പറ്റുള്ളൂ. CSKയുടെ ബാറ്റിംഗ് എത്രത്തോളം പെർഫോം ചെയ്യുന്ന രീതിയിൽ തന്നെ ആയിരിക്കും മത്സരത്തിന്റെ റിസൾട്ട്. CSKയുടെ ബാറ്റിംഗ് പോസിറ്റീവ് അപ്രോച്ച് അല്ലെങ്കിൽ CSK തോൽക്കുന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അവരുടെ ബാറ്റിംഗ് കഴിഞ്ഞ മത്സരത്തിന് വിഭിന്നമായിട്ട് നല്ലൊരു പെർഫോമൻസ് പുറത്തെടുക്കാൻ പറ്റുമെങ്കിൽ ചെന്നൈക്ക് വിജയസാധ്യതയുണ്ട്. ചെന്നൈയുടെ ബോളിംഗ് കഴിഞ്ഞ മത്സരത്തിൽ നല്ല ബോളിംഗ് ആയെന്ന് പറയുന്നില്ല, പക്ഷെ അവർ ശ്രമിച്ചിട്ടുണ്ട്. അടുത്ത മത്സരത്തിൽ ശ്രമിക്കും തന്നെയാണ് കരുതുന്നത്. പക്ഷെ ബോളിംഗ് ചേഞ്ചസ് വരുമ്പോഴൊക്കെ ഋതുരാജ് ഗൈക്വാദ് ക്ലൂലെസ് ആണ് പലപ്പോഴും, അല്ലെങ്കിൽ ബ്ലണ്ടർ വരുന്നുണ്ട്. ഇയാൾ ഒരു ക്യാപ്റ്റൻ മെറ്റീരിയൽ ആയിട്ട് ഇപ്പോഴും ഫീൽ ചെയ്തിട്ടില്ല. അതെ, ഇപ്പൊ ജഡേജനൊക്കെ ഇട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ മത്സരത്തിൽ. അവിടെ അശ്വിൻ ഉണ്ടായിട്ട് പോലും ഫസ്റ്റ് മത്സരത്തിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ദീപക് ചാഹറൊക്കെ വന്നിരിക്കുന്ന സമയത്ത്. പിന്നെ ആൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് സാം കർണൊക്കെ കയ്യിലുള്ള സമയത്ത്. അപ്പോൾ ചെന്നൈ ബാറ്റിംഗ് എത്രത്തോളം പോസിറ്റീവ് അപ്രോച്ച് ആണോ അതിനനുസരിച്ച് ചെന്നൈയുടെ വിജയസാധ്യത ഉണ്ടാവും. ഞാൻ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ചെന്നൈക്ക് വിജയസാധ്യത കൊടുക്കുന്ന ഫസ്റ്റ് മത്സരത്തിലെ പെർഫോമൻസ് മാത്രം വെച്ചിട്ടാ. രാജസ്ഥാൻ തോൽക്കുന്നൊന്നും കറക്റ്റ് പറയാൻ പറ്റില്ല കൃത്യമായിട്ട്. നോക്കാം, ലെറ്റ്സ് സീ. ഇപ്പോഴും ചെന്നൈക്കെതിരെ അല്ലെങ്കിൽ അവർക്കെതിരെ ഫോം ആകാത്ത കുറെ പ്ലേയേഴ്സ് കുറെ ഫോമായി അല്ലെങ്കിൽ തിരിച്ച് കംബാക്കിനായിട്ടുള്ള ഒരു ടീം പോലെയാണ് ചെന്നൈക്കെതിരെ പലപ്പോഴും പല കളികളും ഞാൻ കണ്ടേക്കണേ. അപ്പൊ ഒരുപക്ഷെ ജോഫ്ര ആർച്ചറൊക്കെ ഒരുപക്ഷെ തീയുണ്ടി ആയിരിക്കും ചിലപ്പോ അറിയാൻ പോകുന്നത്. അല്ല, ജോഫ്ര ആർച്ചറിനെ പേടിക്കണ്ട. അടുത്ത ചെന്നൈക്കെതിരെ ഫോം ആയാലും അതിന്റെ അടുത്ത മത്സരം ചെന്നൈക്കോളും. ചെന്നൈ ഈ മത്സരത്തിൽ തോൽക്കുകയാണെങ്കിൽ ചെന്നൈ ഈ സീസണിൽ പ്രതീക്ഷകൾ കൈവിടുന്നതല്ല കേട്ടോ. അല്ലെ, ഞാൻ കഴിഞ്ഞ മത്സരത്തിൽ ഉറപ്പിച്ചതാണ്. ഏകദേശം കഴിഞ്ഞ മത്സരത്തിന് മുന്നേ പ്രതീക്ഷിച്ചിരുന്നു RCBക്കെതിരെ എങ്ങനെയായിരിക്കും ചെപ്പോക്കിൽ എന്നുള്ളത്. അതിൽ മോശം പെർഫോമൻസ് ആണെങ്കിൽ സീസണെ കുറിച്ച് ആലോചിക്കാതിരിക്കുക ബെറ്റർ. രാജസ്ഥാൻ ആദ്യത്തെ 2 മത്സരം തോറ്റിട്ടാണ് വരുന്നത്. സൺറൈസേഴ്സിനോട് തോറ്റു, KKRനോട് തോറ്റു. അവർക്ക് അവരുടെ ഹോം ഗ്രൗണ്ടിലാണ് മാച്ച്, അവർക്ക് ജയിച്ചേ പറ്റുള്ളൂ. അതേസമയം CSK നോക്കുകയാണെങ്കിൽ എന്റെ ഒരു പ്രഡിക്ഷൻ ഞാൻ പറയാം. കോൺവേയെ CSK ഇപ്പോഴും മാറ്റി നിർത്തുകയാണെങ്കിൽ, അതേപോലെ ത്രിപാഠിയും ഹൂഡിയും ഇതേ ഫോം തുടരുകയാണെങ്കിൽ, ഇനി ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, ചെന്നൈ മത്സരം തോക്കും. ഇതാണ് എന്റെ പ്രഡിക്ഷൻ. ചെന്നൈ വിജയിക്കണമെങ്കിൽ ചെന്നൈ ആദ്യം ചെയ്യേണ്ടത് കോൺവേയെ ഓപ്പണിംഗിലേക്ക് തിരിച്ചു കൊണ്ടുവരാം, രച്ചിനെ മൂന്നാമത് ഇറക്കുക, അല്ലെങ്കിൽ ഗെയ്ക്വാദ് മൂന്നാമത് ഇറക്കുക, രച്ചിൻ കോൺവേ ഓപ്പൺ. രച്ചിൻ മൂന്നാമത് ഇറങ്ങുന്ന നല്ലത്. രച്ചിൻ പവർ പ്ലേ ഒന്നും ചെയ്യുന്നില്ല. IPL ഏറ്റവും ബെസ്റ്റ് ടോപ്പ് ട്രൈ ആയിരിക്കും രജിൻ, കോൺവേ, ഗൈക്വാഡ് ഇറങ്ങി കഴിഞ്ഞാൽ സ്ട്രോങ് ആയിരിക്കും. 10 ഓവറെങ്കിലും പിടിച്ചിട്ടാണെങ്കിൽ CSKക്ക് ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റും എന്തായാലും. അതുപോലെ തന്നെ ഹൂഡയ്ക്ക് പകരം വിജയ് ശങ്കർ വരണം. പക്ഷെ ഇത്രയും ചേഞ്ചസ് ഒന്നും ചെന്നൈ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ സ്റ്റിൽ ഇതേ ലൈനപ്പ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അനദർ ഡിഫീറ്റ് അത് അവരെ ഡിസേർവ് ചെയ്യുന്നു. ഫസ്റ്റ് കളി ജയിച്ചതുകൊണ്ട് 3-4 മാച്ചസ് ചിലപ്പോൾ ആ ഒരു ഫോർമാറ്റ് അതാണ് CSK എപ്പോഴും ചെയ്യാറുള്ളത്. സെയിം ഫോർമാറ്റ് അല്ലെങ്കിൽ സെയിം ലൈനപ്പ് ഫസ്റ്റ് കളി ജയിച്ചാലും തോറ്റാലൊക്കെ ചിലപ്പോൾ CSK അത് ഫോളോ അപ്പ് ചെയ്യായിരിക്കും. അപ്പൊ ചിലപ്പോൾ അതിനായിരിക്കും CSK നാളെ കൊണ്ടുവരാൻ പോകുന്ന ലൈനപ്പ്. ലെറ്റ്സ് സീ. അപ്പോൾ അതാണ് നാളത്തെ മാച്ച്. ഗുവാഹത്തിയിലാണ് രാജസ്ഥാൻ വേഴ്സസ് CSK. സോ ഇതാണ് നമുക്ക് ഇന്നത്തെ മാച്ചിനെ കുറിച്ചുള്ള റിവ്യൂ, അതുപോലെ തന്നെ നാളത്തെ മാച്ചിനെ കുറിച്ചുള്ള പ്രഡിക്ഷൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.